അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചന ഓട്ടോറിക്ഷയിൽ അങ്ങനെ പോകുമ്പോൾ ഒരേ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറയും എന്തോ ആക്സിഡൻ്റ് ആണ് തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ കൂടിയവരൊക്കെ പറയും അയ്യോ ഇയാൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല, ഒന്ന് ഓട്ടോയിൽ കൊണ്ടുപോകണം എന്നിങ്ങനെ പറയുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ പറയണം അയ്യോ പറ്റില്ല, മേഡത്തിന് അത്യാവശ്യമായിട്ട് തിരക്കുണ്ട്, വേഗം പോകണം എന്ന് പറയുമ്പോൾ അയ്യോ അത് പറ്റില്ലല്ലോ എന്ന് പറയും. പെട്ടെന്ന് തന്നെ അർച്ചന നോക്കുമ്പോൾ ഈ JK ആയിരിക്കും കേട്ടോ. അയ്യോ ഇയാളോ എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും ചോദിക്കും ആ മേഡത്തിന് അറിയോ, എന്നാൽ ശരി വേഗം ഇയാളെ കയറ്റി ഓട്ടോറിക്ഷ ആശുപത്രിയിലേക്ക് വിടുക എന്ന് പറയണം കേട്ടോ. പെട്ടെന്ന് തന്നെ ജയകൃഷ്ണനെ ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് ജയകൃഷ്ണൻ അങ്ങനെ അർച്ചനയുടെ തോളിൽ ചാരിയിരിക്കണം കേട്ടോ. പക്ഷെ വേറെ ആരും കയറില്ല. അതേസമയം അർച്ചന ചോദിക്കേണ്ട എന്താ നിങ്ങളാരും കയറാത്തേ എന്ന് ചോദിക്കും. ഞങ്ങൾക്കാർക്കും പരിചയമില്ലല്ലോ, ഏതായാലും ശരി പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറയണം കേട്ടോ. പിന്നീട് അർച്ചനയും ഓട്ടോറിക്ഷക്കാരനും കൂടി പോകുമ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറയാണ് ഇതിപ്പോൾ വലിയ ബാധ്യത ആവുമല്ലോ മേഡത്തിന് ഇയാളെ ആളൊഴിഞ്ഞ് എവിടെയെങ്കിലും ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം എന്ന് പറയണം കേട്ടോ. അതേസമയം അർച്ചന ഇങ്ങനെ ആലോചിക്കുകയാണ് കരിമലക്കൊടിയിൽ തനിക്ക് പറ്റിയപ്പോൾ ഇയാൾ അങ്ങനെ ചെയ്തില്ലല്ലോ, എന്തായാലും ശരി ഇയാൾ ആശുപത്രിയിൽ കൊണ്ടുപോവാം എന്ന് പറയണം. ഒഴിഞ്ഞ സ്ഥലം എത്തിയപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ പറയണം വേണ്ട നേരെ ആശുപത്രിയിലേക്ക് വിടുക എന്ന് പറയണം. പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോയതിന് ശേഷം നേഴ്സുമാരും എല്ലാവരും ചോദിക്കേണ്ടത് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഇത് കുടിച്ച് വീണതാണോ എന്താ പറ്റിയത് അറിയില്ല എന്ന് പറയുമ്പോൾ അവരെല്ലാവരും പറയണ്ട ഓ ഭാര്യയാണ് തോന്നുന്നു, ഇയാൾ സ്ഥിരം മദ്യപാനിയാണ് തോന്നുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറയണം കേട്ടോ. പിന്നീട് അവിടുത്തെ നേഴ്സ് വന്നിട്ട് പറയണം കുറച്ച് ടെസ്റ്റുകളുണ്ട്, ആ ടെസ്റ്റുകളെല്ലാം ചെയ്യണം എന്ന് പറയണം. പിന്നീട് ഒരു ഫോം കൊടുക്കണം കേട്ടോ. ആ ഫോമിൽ ഇയാളുടെ പേരും അഡ്രസ്സും റിലേഷൻഷിപ്പും എല്ലാം എഴുതണം എന്ന് പറയണം കേട്ടോ. പിന്നീട് അർച്ചന ചോദിക്കും അയാൾക്ക് ബോധം വന്നോ എന്ന് ചോദിക്കുമ്പോൾ ബോധമൊന്നും വന്നിട്ടില്ല, ചെറുതായിട്ടൊരു ബോധം വന്നിട്ടുണ്ട്, ജയകൃഷ്ണൻ എന്നാണ് പേര് പറയുന്നത്, അതാണോ മേഡം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ അതാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അത് തന്നെയായിരിക്കും പേര് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം നേഴ്സ് ആ ഫോം കൊടുക്കണം കേട്ടോ. അതിൽ എല്ലാം എഴുതണം. വയസ്സൊക്കെ ചോദിക്കുമ്പോൾ ഒരു 45 വയസ്സായിട്ടുണ്ടാകും എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് എഴുതാൻ പറയുമ്പോൾ അർച്ചന എഴുതില്ല കേട്ടോ. അതിനുശേഷം തിരിച്ചു കൊടുക്കുമ്പോൾ നേഴ്സ് പറയും ഇതിവിടെയല്ല, അവിടെ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുക്കണം പറയും, പൈസയും അടയ്ക്കണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ടെസ്റ്റും ബാക്കി കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. അതിനുശേഷം അർച്ചന അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അർച്ചന അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ 7500 രൂപ പറയും. അയ്യോ ഇത്രയും പൈസ എന്നിങ്ങനെ അർച്ചന വിചാരിക്കട്ടെ, ഇതിപ്പോൾ തന്നെ അടയ്ക്കണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇപ്പോൾ തന്നെ അടയ്ക്കണം, ഇപ്പം തന്നെ അടച്ചെങ്കിൽ മാത്രമേ അയാളെ ചികിത്സിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റില്ല എന്ന് പറയണം കേട്ടോ. അതേസമയം അർച്ചന എന്നിട്ട് മനസ്സോട് കൂടിയിട്ട് പൈസയൊക്കെ കൊടുത്ത് മരുന്നും വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ. അതേസമയം ആ നേഴ്സ് നോക്കുമ്പോൾ അർച്ചന റിലേഷൻഷിപ്പ് എഴുതിയിട്ടുണ്ടായില്ല കേട്ടോ. ഓ ഇവർ ഇത്രയും പ്രശ്നമാണോ, ഭാര്യയാണെന്ന് എഴുതിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല, അത് ഭാര്യ തന്നെയാണ് എന്നിങ്ങനെ അവർ പറയുകയാണ് കേട്ടോ. അതേസമയം അനന്തം ഫോൺ ചെയ്ത് ചോദിക്കുകയാണ് ചേച്ചി ഇപ്പോൾ എവിടെയാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം പറയുകയാണ്, ഇങ്ങനെ ഒരാളെ ആക്സിഡൻ്റായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് പറയണം കേട്ടോ. അതേസമയം അനന്തം ഞാൻ വരാം എന്ന് പറയണം, വേണ്ട ഞാൻ മൂന്നിനെ വിളിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയണം. അയാളുടെ കാര്യം ഇപ്പം എന്തായി എന്ന് ചോദിക്കുമ്പോൾ എല്ലാം അറിയില്ല, ബോധമൊന്നും വന്നിട്ടില്ല എന്നാണ് പറയുന്നത് എന്നിങ്ങനെ അനന്തനോട് പറയണം. ഇതൊരു വലിയ തെറ്റൊന്നും അല്ല, ഒരു ആക്സിഡൻ്റ് ആയ ആളെ കൊണ്ടുവരുന്നത് ഒരു വലിയ പ്രശ്നമല്ലല്ലോ എന്നിങ്ങനെ അനന്തം അങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. എന്തായാലും ശരി മുകുന്ദൻ വരട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് അർച്ചന ഫോൺ ചെയ്യണം. അതേസമയം വിജയശങ്കർ അങ്ങനെ വന്നിട്ട് ഇപ്പോൾ അയാളുടെ കാര്യം എന്തായിട്ടുണ്ടാവും എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ കാറിന്ന് ഇറങ്ങാതെ നിൽക്കുമ്പോൾ രുക്ക് ചോദിക്കണം എന്താ ഏട്ടാ ഇറങ്ങാതെ ഇരിക്കുന്നത് ചോദിക്കുക. അല്ല ഒരു ഫയൽ ഞാൻ എടുക്കാൻ മറന്നു, അത് എടുക്കാൻ വേണ്ടി പോകണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ വേണ്ട ഇനിയിപ്പോൾ എടുക്കാൻ പോവാതെ വായോ എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം വരുമ്പോൾ ചന്ദ്ര എവിടെയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, ഒന്ന് മോഹംബിക്ക് റൂമിനകത്തുണ്ട്, എന്താ പ്രശ്നം എന്ന് അറിയില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. രുക്ക് എന്താ പ്രശ്നം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ആവട്ടെ, ഇന്ന് രാവിലെ അവൾ ഡെയ്സി ആയിട്ട് വന്നല്ലോ, അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ചന്ദ്ര വന്നിട്ട് ഇങ്ങനെ പറയണം എനിക്ക് ഒരു കാര്യം അറിയണം വിജയേട്ട, ഇവിടെയുള്ള കാര്യങ്ങൾ ആരാ അറിയണത്, അവിടെ അർച്ചനയോട് പറയുന്നത് വിജയേട്ടനല്ലാതെ വേറെ ആരാ അറിയണത്, പിന്നെ രുക്കുമായിട്ട് ഒരു സംസാരമില്ല, നീ പറയണ്ട, വിമലയ്ക്ക് ആകെ മുഖം എന്തോ പോലെ ആവുകയാണ് കേട്ടോ. അതേസമയം പിന്നെ ദേഷ്യത്തോട് കൂടിയിട്ട് ചന്ദ്ര പറയണേ എനിക്കറിയാം എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ രണ്ടുപേരുടെയും റൂമും അടുത്താണ്, നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കും അത് ഉറപ്പായ കാര്യമാണെന്ന് ചന്ദ്ര ദേഷ്യത്തോട് പറയുമ്പോൾ വിജയശങ്കർ അടിക്കാൻ പോവുകയാണ് കേട്ടോ. എന്നാൽ എന്നെ അടിക്കുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വിജയൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അതേസമയം രുക്കും വിമലയും കൂടിയിട്ട് പിടിച്ചു മാറ്റിയാണ്, വേണ്ട ചേച്ചി ചേട്ടനെ എന്തായാലും ദേഷ്യം വന്നിരിക്കും, ചേട്ടൻ തന്നെയാണ് പറഞ്ഞതെന്ന് എന്താ ഉറപ്പ്, ഒരു ഉറപ്പും ഇല്ലല്ലോ, ചിലപ്പോൾ അച്ചു വിളിച്ചപ്പോൾ പറഞ്ഞതായിരിക്കുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയേണ്ടില്ല ഒരിക്കലും ഇല്ല, അപ്പം വിജയേട്ടൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, എനിക്കറിയാം വിജയേട്ടൻ്റെ സ്വഭാവം എന്നിങ്ങനെ പറഞ്ഞ് കലി തുള്ളി നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ അവരെ രുക്കും വിമലയും കൂടി ആശ്വസിപ്പിക്കുകയാണ്. അതേസമയം അനന്തൻ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് ഞാൻ വരണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട മുകുന്ദൻ വരും, അതിനുശേഷം ഞാൻ തിരിച്ച് വരാമെന്നിങ്ങനെ അർച്ചന പറയുകയാണ്.